തികച്ചും യാദൃശികമാണ്. ബഹുമാന്യരായ ഈ മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാരെ കുറിച്ചുള്ള കെ.വി.കെ. ബുഹാരിയുടെ പുസ്തകം വായിക്കാനിടയായത്. യഥാർത്ഥത്തില് ഒരു കാലഘട്ടം മുഴുക്കെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ പ്രവർത്തന മേഖലക്ക് ഊടും പാവും ഊർജവും നൽകിയ ബഹുമാന്യരായ ഹസൻ മുസ്ലിയാരെ കുറിച്ച് ഏറെ പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ടായിരിക്കാം കെ.വി.കെ. ബുഹാരിയുടെ ഹസൻ മുസ്ലിയാരെ കുറിച്ച് പുസ്തകം കണ്ടപ്പോഴും ഒരു അത്ഭുതം തോന്നി. ബഹുമാന്യരായ ഷെയ്ഖുന ഇ.കെ. ഹസൻ മുസ്ലിയാരുടെ 43-ാമത്തെ ആണ്ട് നാളെയാണ്. ഷവ്വാൽ 25 നാളെയാണ്. ഹസൻ മുസ്ലിയാരെ സംബന്ധിക്കുമ്പോൾ ബഹുമാന്യരായ ഷെയ്ഖുന ഷംസുൽ ഉലമ ഇ.കെ. ഉസ്താദിനെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യമനി പാരമ്പര്യമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ സുന്നി കുടുംബം, സമസ്തയുടെ വലിയ കാലഘട്ടത്തിലെ ജനറൽ സെക്രട്ടറിയായി എന്നത് മാത്രമല്ല ഷെയ്ഖുന ഷംസുൽ ഉലമയുടെ, ഹസൻ മുസ്ലിയാരുടെ, ഇ.കെ. ഉമർ ഹാജിയുടെ, അങ്ങനെ കേരളത്തിലെ സുന്നി ചരിത്രം പറയുമ്പോൾ ഒഴിച്ചു നിർത്താൻ കഴിയാത്ത എഴുത്തച്ഛൻ കണ്ടി കുടുംബം. ബഹുമാനരായ ഇ.കെ. ഉസ്താദിന്റെ, അതായത് ഹസൻ മുസ്ലിയാരുടെയൊക്കെ പിതാമഹൻ അബൂബക്കർ മുസ്ലിയാർ തന്നെ അന്ത്യവിഷമം കൊള്ളുന്നത് കോഴിക്കോട്ടെ വരക്കൽ മക്കാമിലാണ്. അങ്ങനെ ഒരുപാട് ചരിത്രം നമുക്ക് പറയാൻ കഴിയുന്ന ഷംസുൽ ഉലമയുടെ പാരമ്പര്യമുള്ള ആ എഴുത്തച്ഛൻ കണ്ടി കുടുംബത്തിൽ നിന്ന് വന്ന ഹസൻ മുസ്ലിയാർ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ഇരുവിഭാഗം സമസ്തകൾക്കും ഇത്ര തന്നെ സംവിധാനങ്ങളും സംഘടനാ സംവിധാനങ്ങൾ നിലവിൽ വരുന്നതിന്റെ മുമ്പ് വളരെ വ്യതിരിക്തതയോടെ സുന്നത്ത് ജമാഅത്ത് പറയാൻ തന്റെ ജീവിതം ആദർശത്തിന്റെ അടയാളമാക്കി മാറ്റിയ ബഹുമാന്യരായ ഇ.കെ. ഹസൻ മുസ്ലിയാർ 965 മുഷാവറയിൽ വന്ന് 76 കാലഘട്ടത്തിലേക്ക് സുന്നി യോജന സംഘത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തപ്പോൾ നമ്മൾ ഇന്ന് ഏതാണ്ട് രാജ്യം മൊത്തത്തിന്റെ ആകമാനം എല്ലാ ഭാഗങ്ങളിലും പടർന്നു മണ്ഡലിച്ച സുന്നി യുവജന സംഘം അതിന് ഏറ്റവും വലിയ സുവർണകാലമായിട്ട് അടയാളപ്പെടുത്തിയത് ബഹുമാന്യരായ ഷെയ്ഖുന ഇ.കെ. ഹസൻ മുസ്ലിയാർ പ്രസിഡന്റും സുൽത്താൻ ഉലമ ജനറൽ സെക്രട്ടറിയുമായി വന്ന കാലഘട്ടമായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് ഈ കാലഘട്ടം വരെ സുന്നികൾക്ക് ആദർശ ധീരതയുടെ ഒന്നാമത്തെ അടയാളം എന്ന് ചോദിച്ചാൽ അത് മഹാനായ ഷെയ്ഖുന ഇ.കെ. ഹസൻ മുസ്ലിയാരായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ഏതെങ്കിലും ഒരു അർത്ഥത്തിലുള്ള മൂപ്പിളപ്പ് തർക്കത്തിന് പോലും അവസരം കൊടുക്കാത്ത വിധം സുന്നത്ത് ജമാഅത്തിന്റെ സർവ്വ കേന്ദ്രീകരണവും പണ്ഡിതന്മാരിലേക്ക് എന്ന് കർക്കശമാക്കുകയും സുന്നി വിരുദ്ധരോട് വിട്ടുവീഴ്ചയില്ലാത്ത കർക്കശമായ നിലപാട് കൂടി സ്വീകരിച്ച് എക്കാലഘട്ടത്തിലെയും സുന്നികളുടെ ആവേശമായിരുന്നു ബഹുമാന്യരായ മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാർ. ബഹുമാന്യരായ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സംഘടനകളിലും ആദരണീയരായ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രസംഗങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഹസൻ മുസ്ലിയാരെ കുറിച്ച് കേൾക്കാറുണ്ട്. എന്നാൽ ഹസൻ മുസ്ലിയാരെ അടയാളപ്പെടുത്തിയ ആ അളവിൽ തന്നെ ആ മഹാനുഭാവന്റെ ചരിത്രം വായിക്കപ്പെട്ടുവോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായിരുന്നാലും ഇന്ന് കെ.വി.കെ. ബുഹാരിയുടെ ഈ പുസ്തകം കണ്ടപ്പോൾ ഇനിയും സുന്നി ഇരുവിഭാഗം സുന്നികൾ, ഇരുവിഭാഗം സമസ്തക്കാരും എല്ലാവരും തന്നെ ബഹുമാന്യരായ ഹസൻ മുസ്ലിയാരുടെ ചരിത്രം പുനർവായിക്കപ്പെടേണ്ടതുണ്ട്. ഏതായിരുന്നാലും പാലക്കാട് ജില്ലാ സുന്നി യുവജന സംഘത്തിന്റെ ദുബായ് ഘടകവും അതുപോലെ പാലക്കാട് കൊമ്പം ഉസ്താദിന്റെ ഹസനിയ സ്ഥാപനത്തിന്റെ ദുബായ് കമ്മിറ്റിയും കൂടി ചേർന്ന് ഹസൻ മുസ്ലിയാരുടെ 43-ാമത്തെ ആണ്ട് നാളെ ദുബായ്, നാളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ 5-ാം തീയതി ദുബായ് മർക്കസിൽ വെച്ച് ഒരു അനുസ്മരണ പരിപാടി നടക്കുന്നു എന്നുകൂടി അറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഹസൻ മുസ്ലിയാരുടെ, ബഹുമാന്യരായ ഷംസുൽ ഉലമ ഇ.കെ. ഉസ്താദിന്റെ, അങ്ങനെ സംസ്ഥയുടെ എല്ലാ മഹാരഥന്മാരുടെയും ദറജ അള്ളാഹു ഉയർത്തുമാറാകട്ടെ. ബഹുമാന്യരായ സുൽത്താൻ ഉലമയുടെയും റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദിന്റെയും ജിഫ്രി തങ്ങൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം സമത്വ നേതാക്കൾക്കും സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ